நான் தென்காசி மாவட்டம் டிஸ்ட்ரிக்டாக അവിടെ നിന്ന് வந்து 6 കൊല്ലമായി. അവിടെ നാട്ടിലേ ആരില്ല, നമ്മൾ ഒറ്റയ്ക്കേ ഉണ്ട്. ഒരു വണ്ടി എടുക്കാനിട്ട് വന്നതാണ്. കാൽവയ്യാതെ മോട്ടോർ ബൈക്ക് ഉണ്ടല്ലോ, അത് മേടിക്കാൻ വന്നതാണ്. കയ്യിൽ 2000 ഉണ്ട്, അത് മേടിച്ചിട്ട് വന്നതാണ്. 30 ടിക്കറ്റേ എടുക്കുന്നുള്ളൂ. 1000 രൂപയ്ക്ക് എടുക്കും, 1200 കിട്ടും, അത്രയേ ഉള്ളൂ. സമ്മാനം കുറവുനാളെ വരെ யாரும் ടിക്കറ്റ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും. 40 രൂപ മുടക്കുമ്പോൾ ഒരു 100 കിട്ടാറില്ല. ഒരു മാസത്തേക്ക് ഒരു ട്രിപ്പ് കിട്ടാൽ മതി. പ്രൈസ് അടിച്ച് ഏതെങ്കിലും പ്രൈസ് അടിച്ച് കിട്ടുന്നാൽ ഒരു വണ്ടി എടുക്കാൻ വന്നതാണ്. ഒന്നും അടിക്കത്തില്ല, എന്താ ചെയ്യാൻ? രാത്രിക്ക് ഉച്ചയ്ക്ക് കഴിക്കും, അതേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. ധനമന്ത്രി KN ബാലഗോപാൽ ഇത് കാണണം, എന്തൊക്കെയാണ് നമ്മുടെ ലോട്ടറി മേഖലയിൽ നടക്കുന്നതെന്ന്. സംസ്ഥാനത്ത് നിരോധനമുള്ള അന്യ സംസ്ഥാന ലോട്ടറി ഓൺലൈനായി ലോട്ടറി മാഫിയ വിറ്റഴിക്കുകയാണ്. കേരള ലോട്ടറിയുടെ വ്യാജ ടിക്കറ്റുകൾ ഓൺലൈനായി വിറ്റഴിക്കുന്ന ലോട്ടറി മാഫിയ തന്നെയാണ് സംസ്ഥാനത്ത് നിരോധനമുള്ള അന്യ സംസ്ഥാന ലോട്ടറിയും വിറ്റഴിക്കുന്നത് ഇതുപോലുള്ള നിരവധി ആപ്പുകളിലൂടെ. ഓൺലൈൻ ലോട്ടറി വിൽപ്പന ആപ്പിൽ ഡിയർ എന്നൊരു ലോട്ടറി കാണാം. സംസ്ഥാന ഖജനാവിന്റെ നട്ടലൊടിക്കുന്ന കച്ചവടം. അന്യ സംസ്ഥാന ലോട്ടറി വിൽപ്പനയ്ക്ക് നിരോധനമുള്ള നാട്ടിൽ നാഗാലാൻഡ് സ്റ്റേറ്റ് ലോട്ടറി ഓൺലൈനായി വിൽക്കുന്നു. ടിക്കറ്റ് വില 6 രൂപ മാത്രം. ഒന്നാം സമ്മാനം 1 കോടി രൂപ. 5 മുതൽ 200 സീരീസ് വരെയുള്ള ടിക്കറ്റുകൾ വിൽപ്പനയ്ക്ക് തയ്യാറാക്കി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സമ്മാനമടിക്കാൻ സാധ്യതയുള്ള ടിക്കറ്റും ഒരുക്കി വച്ചിരിക്കുന്നു. ഭാഗ്യാന്വേഷികളെ ആകർഷിക്കാൻ ഭാഗ്യ നമ്പർ വരെ ചൂതാട്ടക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഓൺലൈനായി പണമടയ്ക്കാം. കേരള ലോട്ടറിക്ക് ദിവസവും 1 നറുക്കാണെങ്കിൽ നാഗാലാൻഡ് സ്റ്റേറ്റ് ലോട്ടറിക്ക് 3 നറുക്കെടുപ്പാണ് ദിവസവും ഉള്ളത്. കേരള ലോട്ടറി നറുക്കെടുക്കുന്നതിന് മുൻപ് 1 മണിക്ക് ഒരു നറുക്കെടുപ്പ്. ഡിയർ 1 PM, വൈകിട്ട് 6-ന് ഡിയർ 6 PM, ഡിയർ 8 PM, രാത്രി 8-ന് നറുക്കെടുക്കും. ഓൺലൈൻ ചൂതാട്ടത്തിൽ പണമിറക്കിയാൽ സമ്മാനം ഓൺലൈനായി പിൻവലിക്കാമെന്ന് പറയുന്നു. പക്ഷേ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? ഇപ്പം ഈ ലോട്ടറി ആപ്പിൻ്റെ തന്നെ ഒരുപാട് വെർഷൻസ് അവർ ഇറക്കിയിട്ടുണ്ട്. അത് 5 സെയിം വെച്ചിട്ടുള്ളത് എടുക്കാൻ പറ്റും, ഇന്ന നമ്പറിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. മിക്ക കടയിലും 60ഉം 72ഉം ഒക്കെ സെയിമുകളാണ്. അപ്പം നമ്മൾക്ക് 60 പേർക്ക് കിട്ടേണ്ട 5000ൻ്റെ പ്രൈസാണ് ഒരു കടയിലോട്ട് മാത്രമായിട്ട് ഇത് പോകുന്നത്. അപ്പം സാധാരണക്കാർക്ക് സത്യം പറഞ്ഞ പ്രൈസ് ഇല്ല. ഒരുപാട് പേർ ഓൺലൈൻ ലോട്ടറിയിൽ പണമിറക്കുമ്പോൾ കിട്ടുന്നതിന്റെ ചെറിയൊരു പങ്ക് സമ്മാനമായി കൊടുക്കുന്നു. കാരണം ലോട്ടറി മാഫിയയുടെ വലയിൽ വീഴുന്നത് കോടികൾ മോഹിക്കുന്നവരല്ല. ധനമന്ത്രി കണ്ടില്ലേ എങ്ങനെയാണ് ലോട്ടറി മാഫിയ സംസ്ഥാന ഖജനാവ് കൊള്ളയടിക്കുന്നതെന്ന്. 1000 രൂപയ്ക്ക് ദിവസവും ലോട്ടറി എടുത്ത് 200 രൂപ മാത്രം വരുമാനമുണ്ടാക്കി ഇങ്ങനെ റോഡിൽ കിടന്നുറങ്ങുന്ന രത്നത്തെ പോലുള്ളവരുടെ വയറ്റത്തടിക്കുകയാണ് ഈ ലോട്ടറി മാഫിയ. സംസ്ഥാന സർക്കാർ നടപടിയെടുത്തേ മതിയാകൂ. ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.